ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് ദൈവം രണ്ടു കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം നൽകി. ഒന്ന്, മക്കളെ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയെ കീഴടക്കുവാനും, രണ്ട്, മക്കളെ തന്റെ മക്കളാക്കി വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാനും. ഈ രണ്ട് ഭാരിച്ച ചുമതലകളും ഏൽപ്പിച്ചത് സ്ത്രീയെയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മയെ. അതെ, അമ്മയാണ് മക്കളെ ദൈവത്തെ തിരിച്ചറിയുവാൻ പഠിപ്പിക്കുന്നത്. പുരുഷനിൽ നിന്നും അനുരാഗം വഴി ദൈവത്തിന്റെ മക്കളെ സമ്പാദിക്കുകയും സമ്പാദിച്ച മക്കളെ ദൈവ തിരുമനസ്സിന് യോഗ്യമാം വിധം അഭ്യസിപ്പിച്ച് ദൈവത്തെ തിരിച്ചറിയിച്ച് അവരെ ദൈവമക്കളായി വളർത്തുകയും ഭൂമിയുടെ ഉപ്പായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത് അമ്മയാണ്. ഈ ദൗത്യം ദൈവം അമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അമ്മയോട് ചേർന്ന് വേണം നാം പ്രാർത്ഥിക്കുവാൻ. നാം എല്ലാവരും മനുഷ്യരാണ്, കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരാണ്. പലപ്പോഴും നമ്മൾ പല വിചാരത്തിൽ അകപ്പെട്ടു പോകുന്നവരാണ്. അപ്പോൾ ഒത്തിരി കുറവുകൾ നമ്മൾക്കുണ്ട്. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും അമ്മയോടൊത്തായിരിക്കുകയാണ് നല്ലത്. കാരണം അമ്മ ദൈവസന്നിധിയിൽ നമ്മളുടെ മധ്യസ്ഥ കൂടിയാണ്. അമ്മയ്ക്ക് മാത്രമേ മകളുടെ പോരായ്മകൾ അറിഞ്ഞ് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം നിൽക്കാനാകൂ. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അതിനാൽ പൊറുക്കണേ എന്ന് അപേക്ഷിക്കാൻ അമ്മയ്ക്ക് സാധിക്കും. ഇത് തന്നെയാണ് ആധ്യാത്മിക ജീവിതം. നാം എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യമക്കളും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനാണെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അസൂയ ഉണ്ടാവുകയില്ലല്ലോ. അസൂയ ഉടലെടുക്കുവാനുള്ള കാരണം തന്നെ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സ്വാർത്ഥതയിലാണ്. ആ സ്വാർത്ഥതയാണ് അസൂയയെ ജനിപ്പിക്കുന്നത്. അപ്പോൾ നാം നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിലെ കുറവുകൾ നികത്താൻ ഈ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. കാരണം അമ്മയ്ക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും, ഭർത്താവിന്റെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഭർത്താവായ അപ്പൻ മക്കൾക്കുള്ള ആഹാരത്തിന് വേണ്ടി കൂലിവേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചുമതലയെല്ലാം അമ്മയുടെ കയ്യിലാണ്. അപ്പൊ അമ്മ അവിടെ ഒരു 60% ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കും. ആത്മാർത്ഥതയോട് നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കും. അപ്പൊ ഈ അമ്മേനെ ഏൽപ്പിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ക്രിസ്ത്യാനികളായ എല്ലാവരും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്. നാം ബലിയർപ്പിക്കുന്നത് നമുക്ക് ബലിയർപ്പിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നാം ബലിയിലേക്ക് കടന്നു വരുന്നത് പിതാവായ ദൈവത്താൽ ക്ഷണിക്കപ്പെട്ടിട്ടാണ്, വിളിക്കപ്പെട്ടിട്ട് പേര് ചൊല്ലി വിളിച്ചതാണ്. എന്നിട്ടാണ് ബലിയിലേക്ക് വരുന്നത്. ബലി എന്ന് പറയുന്നത് ആഘോഷപൂർവമായൊരു വിരുന്നാണ്, ഒരു മഹാവിരുന്ന്. ആ വിരുന്ന് വഴിയാണ് മനുഷ്യൻ നിത്യജീവിതത്തിലേക്ക് അച്ചാരം വാങ്ങുന്നത്. അപ്പോൾ ആ നിത്യവിരുന്നിലേക്ക് അച്ചാരമാകുന്ന ഈ ബലിയിലേക്ക് നമുക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആരും തന്നെ യോഗ്യരല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ യോഗ്യത കൈവരിക്കാനാകുന്നത്? അതെ, ആ യോഗ്യത കൈവരിക്കാൻ നമ്മുടെ കുറവുകൾ അറിയാവുന്ന നമ്മുടെ അമ്മയെ കൂട്ടുപിടിക്കുക നല്ലതാണ്. ആ അമ്മയ്ക്ക് മാത്രമേ നമ്മുടെ കുറവുകൾ അറിയുകയുള്ളൂ. എൻ്റെ മകനെ അവന് വീഞ്ഞില്ല, അവന് അപ്പമില്ല, അവൻ മുടന്തുള്ളവനാണ്, അവൻ കണ്ണുപൊട്ടനാണ്, അവൻ ഊമനാണ്, അവൻ പല പല കുറവുകളുള്ളവനാണ് എന്ന് മധ്യസ്ഥം പറയണമെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അവനിലെ സ്വാർത്ഥത, അവനിലെ അസൂയ, അവനിലെ കോപം, അവനിലെ ദുശാഠ്യം, അവനിലെ ദ്രവ്യാസക്തി, അവനിലെ മോഹാസക്തി, ഇതെല്ലാം അറിയാവുന്ന ഏക വ്യക്തിത്വമാണ് അമ്മ. ഈ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ ധൈര്യമായിട്ട് പറയാം, ദൈവമേ, പിതാവേ, എൻ്റെ മകന് വീഞ്ഞില്ല. എൻ്റെ മകന് അപ്പമില്ല, അവന്റെ ജീവിതം ദുരിതപൂർണമാണ്, അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയി, രക്ഷിക്കണമേ എന്ന് അമ്മയ്ക്ക് പറയാനാകും. അമ്മ പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ മനസ്സില്ല എന്ന് പറയാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതെ, ഈ അമ്മയോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നു. നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വിവാഹ വിരുന്ന് കാണുന്നുണ്ട്. അവിടെ വിവാഹ വിരുന്നിനെ എടുത്തു പറയുന്നു യേശുവിന്റെ അമ്മയും അവരുടെ സഹോദരങ്ങളും ഈ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും നാം ആഘോഷിക്കുന്ന ഈ വിവാഹ വിരുന്നിനെ നാം അമ്മയെ ക്ഷണിക്കണം, അവരുടെ സഹോദരങ്ങളെ ക്ഷണിക്കണം. നാം ഈ മഹാവിരുന്നുണ്ണുവാനാണ് പോകുന്നത്, അവിടെ നാം ക്ഷണിക്കണം. നമ്മുടെ കുറവുകൾ പരിഹരിച്ചു തരുവാൻ ഈ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. അമ്മ എങ്ങനെയാണ് പറയുന്നത്, മകനെ അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബത്തിന്റെ അഭിമാനം, ആ കുടുംബത്തിന്റെ ദുരിതപൂർണമാകാൻ പോകുന്ന ജീവിത സാഹചര്യം അമ്മയെ ക്ഷണിച്ചത് മൂലം അമ്മ കണ്ടറിഞ്ഞു. അമ്മ അവിടെ സന്നിഹിതയായതുകൊണ്ട് കണ്ടു മനസ്സിലാക്കി. ആരും അമ്മയോട് വിളിച്ചു പറഞ്ഞില്ല ഇവിടെ വീഞ്ഞു തീർന്നുവെന്ന്.
അമ്മ അത് കണ്ടറിഞ്ഞു. അമ്മ പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. മകൻ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കും നിനക്കും സ്ത്രീയെ, എൻ്റെ സമയം ഇനിയും സമയമായിട്ടില്ല. അവർക്ക് വീഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിന് പര്യാകുലരാകണം എന്ന ധ്വനിയാണ് ആദ്യം കർത്താവിൽ നിന്നും വന്നത്. പക്ഷെ അമ്മ ബോധ്യത്തോടുകൂടി പറയുന്നു, ഇത് തൻ്റെ മകനാണ്, തൻ്റെ ഉദരത്തിൽ വന്നവനാണ് എന്നതിനേക്കാൾ ഉപരി അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞ ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ദൈവപുത്രനാണെന്ന്. ലോകത്തിന്റെ രക്ഷകനായ ദൈവപുത്രനാണ് ഇവനെന്ന് അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു. അതിനാൽ അമ്മ പരിചാരകരോട് പറയുന്നു, എൻ്റെ മകൻ പറയുന്നത് എന്തോ അത് ചെയ്തു കൊടുക്കുക. ഇത് തന്നെയാണ് അമ്മ നമ്മളോടും പറയുന്നത്. അമ്മ നമ്മിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ മകൻ എന്തു പറയുന്നു അത് നിങ്ങൾ അനുസരിക്കുവിൻ, അത് നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അവന്റെ ഹിതം നിറവേറ്റുവിൻ, അവൻ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കുവിൻ, അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ നിറവേറ്റുവിൻ. പകരം നിങ്ങളുടെ ജീവിതം ശോഭനമാകുന്നു, നിങ്ങൾ നിത്യജീവനെ അർഹരാകുന്നു. ഈ ചിന്ത കൊണ്ട് വേണം, ഈ ബോധ്യത്തോടു കൂടി വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ. ആ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കുറവുകളെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ മകന്റെ മുമ്പിൽ അവതരിപ്പിക്കും. നമ്മുടെ പോരായ്മകളും നമ്മുടെ അതിമോഹങ്ങളും ആസക്തികളുമെല്ലാം എൻ്റെ മകന്റെ അറിവില്ലായ്മയായി, പോരായ്മകളായി, ഇല്ലായ്മകളായി അമ്മ തൻ്റെ വത്സലപുത്രന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ അവതരണം വഴി നമ്മൾ അയോഗ്യരായിരുന്നാലും പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ ആ മഹാകല്യാണ വിരുന്നിൽ നമ്മളെയും പങ്കാളികളാക്കും. അതെ, വിരുന്നിന് യോഗ്യത വേണം. ഇതാ അമ്മ നമ്മളെ ഒരു പടി കൂടി മുന്നോട്ട് നയിക്കുന്നു. അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവാണ് അമ്മയെ ദൈവപുത്രനെ ഗർഭം ധരിക്കാൻ സഹായിക്കുന്നത്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിനാൽ ജനിക്കുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ പരിശുദ്ധാത്മാവ് അമ്മയിൽ നിറഞ്ഞു നിന്നപ്പോൾ അമ്മയിൽ ശോഭിച്ച ശോഭ ഇങ്ങനെയായിരുന്നു. അവൾ ഏലീശമ്മയെ ചെന്ന് കാണാൻ പോകുന്നു. ഏലീശമ്മയ്ക്ക് 6 മാസമാണ് ഗർഭധാരണം കഴിഞ്ഞിട്ടെന്നറിഞ്ഞ മറിയം ഏലീശമ്മയെ കാണാൻ പോകുന്നു. ഏലീശമ്മ പ്രായം കഴിഞ്ഞവളാണ്, പ്രായാധിക്യമെന്ന ആളാണ്. ഈ പ്രായാധിക്യത്തിലാണ് ഗർഭധാരണം നടന്നിരിക്കുന്നത്. അവിടെ മറ്റൊരാളുടെ സഹായം അത്യാവശ്യമാണെന്ന് അമ്മ തിരിച്ചറിയുന്നു. തന്റെ സഹായം ആവശ്യപ്പെടാതെ തന്നെ ഈ അമ്മ അവരെ ചെന്ന് കാണുന്നു. ദൈവം തനിക്ക് ചെയ്തു തന്ന ആ വൻകാര്യങ്ങൾ അറിഞ്ഞപ്പോൾ, പറഞ്ഞത് കേട്ടപ്പോൾ ഏലീശമ്മയുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു സന്തോഷം കൊണ്ട്. ഏലീശമ്മ ഇങ്ങനെയാണ് പ്രതിപദിച്ചത്:
എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ വന്ന് കാണാൻ എനിക്കെന്ത് ഭാഗ്യം. പ്രിയരെ, ഈ അമ്മയുടെ സ്ഥാനം തിരിച്ചറിയണം. ഈ അമ്മ മറ്റുള്ള അറിവില്ലാത്ത മനുഷ്യർ പറയുന്നത് പോലെ ഒരു മുട്ടത്തോടോ അല്ലെങ്കിൽ പാഴ്വസ്തുവോ അല്ല. ഇത് ദൈവം, പിതാവായ ദൈവം വിശുദ്ധീകരിച്ച് തന്റെ പുത്രന് ജന്മം കൊള്ളുവാൻ ഒരുക്കിയ ഒരു സക്രാരിയാണ്. ആദ്യത്തെ ഈ സക്രാരിയിലാണ് ക്രിസ്തു ഭൂജാതനായത്. നാം പലപ്പോഴും അമ്മയെ അമ്മയായി കാണാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. അമ്മ മറ്റുള്ളവരെ പോലെ വാചാലയല്ല, എല്ലാം മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നു. ഈ അമ്മയുടെ കൂടെയാണ് കുരിശിൻ ചൂട്ടിലേക്ക് നാം നടന്നു നീങ്ങേണ്ടത്. അവിടെയാണ് ബലിസമർപ്പണം. ഗാഗുൽത്തായുടെ മാറിൽ മൂന്നാണികളിൽ കുരിശിന്മേൽ ഞാന്നു കിടന്ന് ജീവന് വേണ്ടി പിടയുമ്പോൾ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് വിളിച്ചു ചോദിക്കുമ്പോഴും ഈ അമ്മയുടെ മകൻ തന്റെ പിതാവിനോട്, നമ്മുടെ പിതാവിനോട് മാപ്പപേക്ഷിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് പൊറുക്കണമേ. നമുക്ക് സാധിക്കാത്തത് അതാണ്. കൊച്ചു കൊച്ചു തിന്മകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പത്തിലുള്ള വേദനകൾ സമ്മാനിച്ച അനവധി സഹോദരങ്ങൾ നമുക്കുണ്ട്. നാം അവരോട് ക്ഷമിക്കാൻ നമുക്കാകാറില്ല. ക്ഷമിക്കും, ക്ഷമ കൊടുക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ക്ഷമിക്കാൻ നമുക്കാകില്ല. നമ്മൾ ക്ഷമിക്കാറില്ല, അതാണ് സത്യം. പക്ഷേ ഇമ്മാതിരി ദ്രോഹിച്ച നമ്മളോട് ദൈവപുത്രൻ ക്ഷമിക്കുക തന്നെയല്ല, പിതാവിനോട് അപേക്ഷിക്കുന്നു മധ്യസ്ഥം പിടിച്ചുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. വാസ്തവം അതാണ്. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ കുരിശിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഞാനും നിങ്ങളും ചോദിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അതെ, രാജാവാക്കാം, രാജാവാക്കിയാൽ ശരീരനങ്ങാതെ അപ്പം ഭക്ഷിക്കാം. കാരണം ഇവൻ അപ്പം വർദ്ധിപ്പിച്ചു തരുന്നവനാണ് എന്നെല്ലാ മോഹങ്ങളെല്ലാം കൊണ്ടാണ് നാം അവന്റെ പുറകെ കൂടിയത്. ആ മോഹങ്ങളെല്ലാം പാഴ്വേലയായി. അപ്പോൾ നമ്മൾ അവനെ തള്ളിപ്പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക. അതുതന്നെയാണ് ഇന്നും നടക്കുന്നത്. ദേവാലയം കോമഡി ഷോ നടത്തുന്ന തിയേറ്ററല്ല സഹോദരങ്ങളെ. ദേവാലയം ഒരു വലിയ ആശുപത്രിയാണ്. പലവിധ രോഗങ്ങളാൽ, പീഡകളാൽ മുറിക്കപ്പെട്ട മനസ്സുമായി കരയുവാൻ കണ്ണീരില്ലാതെ ഓടിയടുത്തു വരുന്ന അനവധിയായ പാപികളുടെ ആശാകേന്ദ്രമാണ്. അവിടെ നിന്റെ രോഗസൗഖ്യത്തിന് പണമോ മരുന്നോ ലേപനമോ ആവശ്യമില്ല. അവിടെ ആവശ്യമായി വരുന്നത് നിന്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്.
അതെ, നിന്റെ ഹൃദയത്തിന്റെ തുറവിയാണ് ആവശ്യം. നീ നിന്നെ ശുശ്രൂഷിക്കുന്ന വൈദ്യനെ കണ്ടെത്തുന്നതാണ് ആവശ്യം. ആ വൈദ്യന്റെ മുമ്പിൽ നിന്റെ രോഗങ്ങളെ എണ്ണി എണ്ണി ഏറ്റുപറയുന്നതാണ് ആവശ്യം. എന്നാൽ മാത്രമേ നിന്നെ സുഖപ്പെടുത്താനാകൂ. നീ പലപ്പോഴും നിന്റെ ഞാൻ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് പനി എന്ന് പറയും. പനിയുടെ ഉത്ഭവം അന്വേഷിച്ചെല്ലുമ്പോൾ എത്രയോ ഭീകരമായ രോഗങ്ങൾക്ക് അടിമയായിരിക്കും. എല്ലാം നിനക്കറിയാം. നിന്റെ ലജ്ജ, നിന്റെ അഹന്ത, നിന്റെ അസൂയ, നിന്റെ കോപം, നിന്റെ ക്ഷമിക്കാനാകാത്ത ഭാവം, ഇതെല്ലാമാണ് നിന്നെ രോഗിയാക്കിയത്. ആ രോഗാവസ്ഥയെ നിന്റെ വൈദ്യന്റെ മുമ്പിൽ വിവരിക്കാൻ നിനക്ക് ആഗ്രഹം വേണം, സൗഖ്യം നേടാനായിട്ട്. ബെത്സയിദ കുളക്കടവിൽ കിടക്കുന്നവനോട് കർത്താവ് ഒന്ന് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കണോ? അവനിങ്ങനെയാണ് പറഞ്ഞത്, തളർവാദ രോഗിയാണ്, 38 വർഷമായി, രോഗത്തിൽ നിന്ന് മോചനമില്ല, വീടും വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ചു, സ്വന്തപ്പെട്ടവരുണ്ടോ എന്ന് തന്നെ അവനറിയില്ല. അവന്റെ സാഹചര്യം അതായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, കുളത്തിലെ ജലമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. അവൻ വാവിട്ട് നിലവിളിച്ചു, ഞാൻ രോഗിയാണ്, എനിക്ക് രക്ഷ വേണം, പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതെ, അവൻ സാക്ഷാൽ വൈദ്യന്റെ മുമ്പിൽ അവന്റെ ഹൃദയവേദ തുറന്നു വെച്ചു. അവൻ പറഞ്ഞു, നീ നിന്റെ കിടക്ക ചുരുട്ടി വീട്ടിലേക്ക് പോകൂ. ശ്രവിക്കുന്ന കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, ഒന്ന് മനസ്സിലാക്കണം, ദേവാലയം ഒരു വലിയ ആശുപത്രിയാണ്. അവിടെ നിന്നെ സുഖപ്പെടുത്താൻ അതിന്റെ ഉടയവനായ വൈദ്യൻ അവിടെയുണ്ട്. അവനെ കണ്ടെത്തണം. അവന്റെ സഹായികളായി അവിടെ അനവധി പേർ വേറെയുണ്ട്. അവരെയല്ല നീ കണ്ടെത്തേണ്ടത്, നീ അവനെ കണ്ടെത്തണം. സാക്ഷാൽ വൈദ്യന്റെ മുമ്പിൽ നീ ചെല്ലണം. എന്നിട്ട് അവനോട് നിന്റെ അവസ്ഥ എണ്ണി എണ്ണി വിവരിക്കണം. അപ്പോഴാണ് നിന്നിലേക്ക് അവന്റെ കൃപാസാഗരം ഒഴുകി വരുന്നത്. പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഒറ്റമൂലിയാണ്. നിനക്ക് ഏത് രോഗമായിക്കോട്ടെ, കുഷ്ഠമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, എന്ത് രോഗം വന്നോട്ടെ, നിന്നെ സ്വീകരിക്കാനൊരു ഭിഷഗുരനുണ്ട്. സാക്ഷാൽ ഭിഷഗുരൻ. നീ അവന്റെ മുമ്പിൽ ഏറ്റുചെന്ന് പറയണം, ഞാൻ രോഗിയാണ്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് തളർവാദമാണ്, എനിക്ക് കിഡ്നിക്ക് അസുഖമാണ്, എൻ്റെ ലിവറ് പഴുത്തുപോയി, പിതാവേ പൊറുക്കണമേന്ന്, സൗഖ്യം തരണമേന്ന് പറയാറില്ലെന്ന്. നമ്മൾക്ക് അവന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. നമ്മുടെ നാവ് കൊണ്ടാണ് പറഞ്ഞത്. നാം ചിന്തിക്കണം, എന്ത് യോഗ്യതയുണ്ട്?
അവനതാ കുരിശിൽ കിടന്ന് പറയുന്നു, ഇവർ പറയുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. പിതാവേ, ഇവരോട് പൊറുക്കണമേ. ആ സന്ദർഭമൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണർത്തി നോക്കിയേ. എങ്ങനെയായിരിക്കുമെന്ന് ആ അവസ്ഥ ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ. എന്നെയോ അവനെയോ നമ്മളെ ആരെങ്കിലും അവിടെ കാണാനുണ്ടോന്ന്? ആ നിൽക്കുന്നവരിൽ പലരും നമ്മളിലൂടെ ഉണ്ട്. ഞാനും നിങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. മാറത്തടിച്ച് നിലവിളിച്ചില്ല. അരുതി മകനെ എന്ന് പറഞ്ഞില്ല. കാരണം ആ അമ്മ ഈ മകനേക്കാളേറെ എന്നെയും നിന്നെയും സ്നേഹിച്ചിരുന്നു. ഈ മകൻ, ഈ പാപഭാരം വഹിക്കാൻ വന്നവൻ ഇത് വഹിച്ചില്ലെങ്കിൽ ഈ കോടാനുകോടി മനുഷ്യമക്കൾ നിത്യമായ മരണത്തിന് അർഹരാകുമെന്ന യാഥാർത്ഥ്യം ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ അമ്മ മൗനമായി സമ്മതിച്ചു. അമ്മയുടെ വേദന ഒരൽപ്പം കുറയ്ക്കാൻ വേണ്ടി മകൻ ഇതാ ഏൽപ്പിക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. സ്നേഹിതനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. ആ സ്നേഹിതൻ ആ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ആ സ്നേഹിതന്മാരിൽ ഒരാൾ ഞാനോ നീയോ ആയിരുന്നു. പക്ഷെ നമ്മൾ സ്വീകരിച്ചില്ല. ആ അമ്മ ഇന്ന് പ്രകാശമില്ലാത്ത ഹൃദയങ്ങൾക്ക് മൊട്ടത്തോടും പാഴ്വസ്തുവാണ്. എന്തു ചെയ്യാം? പ്രിയ സഹോദരങ്ങളെ, ഈ അമ്മയുടെ കരം പിടിച്ച് ഈ ആസ്പത്രിയിലേക്കൊന്ന് വന്നു നോക്കി. ഈ അമ്മ പറയും, എൻ്റെ മകനെ, അവന് ക്യാൻസറാണ്, എൻ്റെ മകന് കിഡ്നി രണ്ടും പോയതാണ്, നിനക്ക് സാധിക്കും. ബർത്തമിയോസ് മുട്ടുകുത്തി പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. കുഷ്ഠരോഗി മുട്ടുകുത്തി പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനായിരിക്കും. അവിടുന്ന് നമ്മളോട് ചോദിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കാതെ നീ എന്ത് ചോദിച്ചാലും നിനക്ക് അത് ലഭിക്കും. നമ്മൾക്ക് സംശയമാണ്. സംശയം നമ്മൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. തന്റെ ശരീരരക്തങ്ങൾ തന്ന് നമ്മളെ നിത്യജീവിതത്തിലേക്ക് വീണ്ടെടുത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ സമാധാന ശിഷ്യന്മാരെ ഏൽപ്പിച്ചു പോകുമ്പോൾ അവരോട് പറഞ്ഞു, നഗരം വിട്ടുപോകരുത്. കാരണം ഞാൻ പിതാവിന്റെ പക്കലേക്ക്
പോകുകയാണ്. പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും സമാധാന പ്രിയനെ, സഹായകനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണരാകും. ആ പരിശുദ്ധാത്മാവ് നമ്മൾ തിരിച്ചറിയണം. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കണം. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ കരം പിടിക്കണം. നാം ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടവരല്ല. നമ്മോടുകൂടെ എപ്പോഴും മൂന്നാളുകളുണ്ട്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന വചനത്തിൽ നമ്മൾക്ക് വിശ്വാസം വേണം. ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വചനത്തിൽ നമുക്ക് ബോധ്യം വേണം. അത് ലോകാന്ത്യം വരെ നമ്മളോട് കൂടെയിരിക്കുവാൻ അവിടുന്ന് നമുക്ക് തന്നതാണ് തന്റെ ആത്മാവിനെ. ഈ പരിശുദ്ധാത്മാവ് നാം സ്വർഗത്തിൽ ഒന്നായി തീരുന്നത് വരേക്കും നമ്മുടെ കൂട്ടാളിയും സഹായിയുമാണ്. നാം അവനോട് ചേർന്ന് നടക്കണം. അവന്റെ കരം പിടിച്ചു വേണം നടക്കാൻ. കൊച്ചു കുഞ്ഞ് ഉത്സവപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവന്റെ പിതാവിന്റെ കരം പിടിക്കുന്നത് പോലെ നാം ഇവന്റെ കരം പിടിക്കണം. അല്ലെങ്കിൽ നാം അകപ്പെട്ടു പോവും ആപത്തുകളിൽ. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഈ അമ്മയോടുകൂടി ചേർന്ന് നമുക്ക് ഈ വലിയ ആശുപത്രിയിലേക്ക് കടക്കാം. അവിടുത്തെ പ്രധാന വൈദ്യനെ കാണാം. നമ്മുടെ രോഗങ്ങളും ക്ലേശങ്ങളും വേദനകളും അവനുമായി പങ്കുവെക്കാം. അവൻ സൗഖ്യദായകനാണ്. അവൻ സന്തോഷം പകരുന്നവനാണ്. അവൻ നമുക്ക് സമാധാനം തരുന്നവനാണ്. ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. പ്രിയ സഹോദരങ്ങളെ, ആയതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി വിചിന്തനം ചെയ്യാം. ഞാൻ ആ കുരിശിൻ ചുവട്ടിൽ ആരുടെ കൂട്ടത്തിലാണ്? ആ കുരിശിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കി കരയുന്നവരുണ്ടായിരുന്നു. മാറത്തടിച്ച് നിലവിളിക്കുന്നവരുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരുണ്ടായിരുന്നു. അവനെ തള്ളിപ്പറയുന്നവരുണ്ടായിരുന്നു. അവന്റെ മരിച്ച ശരീരത്തെ പോലും വിട്ടുകളയാതെ വിലാപ്പുറം കുത്തി തുറന്നവരുണ്ടായിരുന്നു. ഇതിൽ ആരുടെ കൂട്ടത്തിലാണ് ഞാൻ പെടുകയെന്ന് ചിന്തിക്കാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ അവസാനമായി വാർന്നു നിന്നിരുന്ന ആ ജീവന്റെ ജലം, ആ രക്തത്തുള്ളി കുത്തിയവന്റെ കണ്ണിൽ പതിച്ചു. അവന്റെ നഷ്ടപ്പെട്ടു പോയ ഒരു കണ്ണിന്റെ കാഴ്ച വീണ്ടും കിട്ടി. എത്രമാത്രം കാരുണ്യമാണ് ആ സ്നേഹത്തിന്! ആ സ്നേഹമാണ് ദിവ്യകാരുണ്യം. അപ്പത്തിന്റെ രൂപത്തിലേക്ക് തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട്, തന്റെ ദൈവത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അപ്പത്തിന്റെ രൂപത്തിലേക്ക് ഇറങ്ങി വന്ന് അപ്പമായി തീർന്ന് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിന്നെ ശക്തിപ്പെടുത്തുന്ന ദിവ്യകാരുണ്യം, മാംസവും രക്തവും എടുത്തു തരുന്ന പരിശുദ്ധ കുർബാന. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മഹാവിരുന്നാണെന്ന്, ഇതൊരു മഹോത്സവമാണെന്ന്. അതെ, ഭൂമിയിൽ മനുഷ്യനെ ഏറ്റവും അധികം
ആഘോഷിക്കാൻ ഉതകുന്ന ഒരേ ഒരു ഉത്സവമാണിത്. അപ്പത്തിന്റെ നാട്ടിൽ ജനിച്ചവൻ ബെത്ലഹേമിൽ ജനിച്ച് അവിടെ നിന്നും കുരിശിലേറുന്നവൻ, കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്നവൻ, മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉത്ഥാനം ചെയ്തവൻ, തന്റെ പ്രിയരെല്ലാവരും നോക്കി നിൽക്കെ പിതാവിന്റെ പക്കലേക്ക് സ്വർഗാരോഹണം ചെയ്തവൻ, ഞാൻ പിതാവിന്റെ പക്കൽ പോയാൽ നിങ്ങൾ അനാഥരാവുമല്ലോ എന്ന വേദനയാൽ തന്റെ ആത്മാവിനെ നിത്യസഹായമായി ഭൂമിയിൽ മനുഷ്യമക്കൾക്ക് പകർന്നു കൊടുത്തവൻ, ആത്മാവിനെ സ്വീകരിക്കുവാൻ പാപം വെടിയുവിനെന്ന് നമ്മെ ഉപദേശിച്ചവൻ. അതെ, അവനാണ് ആ ഭിഷുകരൻ. അവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വേദനകളുമായി കടന്നു ചെല്ലാം. ഈ അമ്മയുടെ കരം പിടിച്ച് ചെന്നുകൊണ്ട് നമുക്ക് പറയാം, ഞാനൊരു രോഗിയാണ്, എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം കേടുപാട് പിടിച്ചുപോയി, അത് ചിതലരിച്ച് ചിതൽപുറ്റാണ് ഞാനെന്ന് ഏറ്റുപറയാം. ദൈവമേ, നിന്റെ മാംസം കൊണ്ട് ഇതിനെ പുതുക്കി പണിയണമേ. ഞാൻ ചിതലരിച്ച ചിതൽപുറ്റാണ്. നിന്റെ മാംസം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് കലർത്തിയതിനെ വീണ്ടും മെനഞ്ഞു പണിയണമേ, വീണ്ടും പുതു ജീവൻ നൽകണമേ എന്നപേക്ഷിക്കാം. ഇവിടെ അഹന്തയുടെ ആവശ്യമില്ല. ഇവിടെ എളിമ മാത്രം മതി. നിന്റെ ആഗ്രഹമാണ് നിന്റെ രോഗശാന്തിക്കുള്ള പണം. എത്രയെത്രയോ സ്ഥലങ്ങളിൽ നീ ഇപ്പോൾ തേടി അലഞ്ഞു സൗഖ്യത്തിനായി. നിന്റെ തൊട്ടു മുമ്പിൽ നിന്നെ പൂർണ്ണമായും രൂപപ്പെടുത്തുവാൻ, പുതുക്കിപ്പണിയുവാൻ കഴിവുള്ളവൻ, ശക്തനായവൻ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മാടി വിളിക്കുമ്പോൾ നീ അവനെ ഉപേക്ഷിച്ച് പൊട്ടക്കിണർ തേടി പോകുന്നു. ജീവന്റെ ജലം നിന്റെ ഉള്ളം കൈയിലേക്ക് ഒഴിച്ചു തരുമ്പോൾ നീ അത് തട്ടിക്കളഞ്ഞ് പൊട്ടക്കിണർ തേടി പോകുന്നു. ഇനിയെങ്കിലും തിരിച്ചറിയൂ സഹോദരങ്ങളെ, അമ്മ ഒരു മുട്ടത്തോടല്ലെന്നും പാഴ്വസ്തുവല്ലെന്നും അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഉപേക്ഷിക്കേണ്ടതല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ച് ഈ വലിയ ആതുരാലയത്തിലേക്ക് കടന്നു ചെല്ലാം. നിന്നെ കാത്ത് ആ കിണറ്റിൻകരയിൽ ഒരു ഭിക്ഷുകരൻ ഇരിപ്പുണ്ട്. നിന്നെ മാത്രം കാത്തുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രമാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അതെ, നിന്റെ എല്ലാ പാപങ്ങളും, നിന്റെ പഴയ ജീവിതത്തെ പൂർണ്ണമായി വെടുപ്പാക്കി പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. കടന്നു ചെല്ലാം. നീ അവിടെ യേശുവിനെ കണ്ടെത്തണം. ആ ശമറിയക്കാരി പറഞ്ഞു, മിശിഹ വരും, അവൻ ഞങ്ങളെല്ലാം പഠിപ്പിക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. അവൾ മിശിഹായെ കണ്ടു. അവളുടെ പട്ടണത്തിൽ ചെന്നിങ്ങനെയാണ് പറഞ്ഞത്, എന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരാളെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവനായിരിക്കും മിശിഹ എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നീ പറയുന്ന ആ വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾക്ക് നിദ്ര വിട്ടുണരാം, രോഗശയ്യയിൽ നിന്ന് എണീക്കാം. നീ ശയ്യയിൽ കിടക്കേണ്ടവനല്ല,
നീ ഈ ലോകത്തിൽ മരിക്കേണ്ടവനല്ല, നിനക്കൊരു നിത്യ ജീവനുണ്ട്, നിത്യസമ്മാനമായി നിനക്ക് ലഭിക്കാനുള്ളതാണത്. അതുകൊണ്ട് ഉണർന്ന് നിന്റെ അമ്മയുടെ കരവും പിടിച്ച് ഈ വലിയ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ സൗഖ്യം നമ്മുടെ ഹൃദയത്തിലാണിരിക്കുന്നത്. എനിക്ക് സൗഖ്യം വേണോ? എന്റെ ഹൃദയമാണ് ആഗ്രഹിക്കേണ്ടത്. ദൈവമേ, ഞാൻ പാപിയാണ്, എനിക്കാണ് സൗഖ്യം വേണ്ടത്, ഞാനാണ് ആവശ്യക്കാരൻ. ആവശ്യക്കാരന് ഔചിത്യമില്ല. ആരാണോ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് അവൻ രക്ഷ പ്രാപിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് നിത്യജീവൻ. മരണം നിന്നെ സ്പർശിക്കുകയില്ല. അപ്പോൾ അധികറിയിക്കുന്നില്ല. നമുക്ക് നല്ലൊരു പാപസങ്കീർത്തനം നടത്തി, നമ്മുടെ പാപങ്ങളുടെ സങ്കീർത്തനമാണ് നമ്മളുടെ രോഗങ്ങളുടെ അവസ്ഥ, അത് അവനോട് ഏറ്റുപറഞ്ഞ് അവനിൽ നിന്നും നിത്യജീവന്റെ ഔഷധം വാങ്ങി നിത്യജീവനിലേക്ക് മടങ്ങി വരാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ത്രിത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ത്രിത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ത്രിത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.